ശ്രീ ഗുരുവായൂരപ്പനും ഇടത്തരികത്തുകാവ് ഭഗവതിയും. ഗുരുവായൂരപ്പൻ്റെ കാവൽ ദൈവമായിട്ടാണ് ഉഗ്രമൂർത്തിയായ ഇടത്തരികത്തുകാവ് ഭഗവതി എന്നാണ് വിശ്വാസം. ഗുരുവായൂരപ്പന് എപ്പോഴും തുണയാകുന്ന ഭഗവതിയായിട്ടാണ് അവിടെയുള്ളത്. അതിൻ്റെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണാവതാരം നടന്ന അതേ സമയത്ത് നന്ദഗോപരുടെയും യശോദയുടെയും മകളായിട്ട് ആദ്യം അവതരിച്ച കാളിയാണ് ഈ ഭഗവതി എന്നാണ്. അതിനാൽ ഭഗവാന്റെ സഹോദരിയുടെ സ്ഥാനമാണ് ഈ ഭഗവതിക്ക്. കംസന്റെ പിടിയിൽ നിന്ന് വഴുതി മാറിപ്പോയ കുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്ന് ശ്രീകൃഷ്ണന്റെ ജനനത്തെക്കുറിച്ച് കംസന് മുന്നറിയിപ്പ് നൽകി അപ്രത്യക്ഷമായി എന്നാണല്ലോ നമ്മൾ കേട്ട കഥ. അപ്പോൾ ആ കാളി ശ്രീ ഭദ്രകാളിയായിട്ടും വനദുർഗ ആദിപരാശക്തിയുടെ പ്രതിഷ്ഠയാണ് ഗുരുവായൂരിലെ ഇടത്തരികത്തുകാവിലുള്ളത്. ഭഗവാന്റെ ഇടത്ത് ഭാഗത്തായി അരികിലിരിക്കുന്നത് കൊണ്ടാണ് ഇടത്തരികത്തുകാവ് ഭഗവതി എന്ന് പറയുന്നത്. ഗുരുവായൂരെത്തുന്ന ഭക്തരുടെ ദുഃഖങ്ങൾ അമ്മ ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം. ശരിക്കും വനദുർഗ സങ്കല്പം ഉള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല, പടിഞ്ഞാറോട്ടാണ് ദർശനം. ഏറ്റവും പ്രധാനം ഭഗവതിക്ക് അഴൽ നേരുകയാണ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റി തരുന്ന വഴിപാടാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ നട അടച്ചതിന് ശേഷമാണ് അഴൽ വഴിപാട് നടക്കുക. ഭക്തരുടെ അഴൽ തീർത്തു തരുന്ന ചടങ്ങാണ്. ഇവിടെ സ്ഥിരം വെളിച്ചപ്പാടുണ്ട്. ധനു മകരം മാസങ്ങളിലായി ഇവിടെ 2 താലപ്പൊലി, ഒന്ന് പിള്ളേര് താലപ്പൊലി, മറ്റൊന്ന് ദേവസ്വം താലപ്പൊലിയും. ഇവിടുത്തെ പരാശക്തി ഭഗവാന് മുമ്പേ ഇവിടെ സന്നിധാനം ചെയ്തു എന്നും മഹാവിഷ്ണു പ്രതിഷ്ഠ നടക്കുമ്പോൾ വടക്ക് കിഴക്കോട്ട് മാറി സ്വയംഭൂവായി അവതരിച്ചു എന്നാണ് വിശ്വാസം. എന്നാൽ ആദ്യം ഭഗവതിയെ ദർശനം നടത്തണം എന്നൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും സാധ്യമല്ല. പണ്ട് ഇവിടെ ഒരു മതിൽക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭക്തർക്കുള്ള സൗകര്യാർത്ഥം അതൊക്കെ പൊളിച്ചു മാറ്റി. ഭഗവതി നടയ്ക്ക് മുന്നിൽ തന്നെ ഒരു പാട്ടമ്പലമുണ്ട്. ധനുമാസത്തിൽ ഇവിടെ കളമെഴുത്തുപാട്ട് നടത്തി വരുന്നു. കളമെഴുത്തിൽ ദാരികനെ വധിച്ച ഭദ്രകാളിയെ സ്തുതിക്കുന്ന രീതിയിലാണ് കളമെഴുത്തുപാട്ട് നടക്കുന്നത്. അതിൽ തന്നെ ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ ഭദ്രകാളി ഭാവം വ്യക്തമാണ്. നവരാത്രി, തൃക്കാർത്തിക, ദീപാവലിയൊക്കെ ഇവിടെ വിശേഷമാണ്. ഗുരുവായൂർ വരുന്ന ഭക്തജനങ്ങളൊക്കെ ഇവിടെ ഒഴിവാക്കരുത്. അമ്മയെ വന്ന് തൊഴുത് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം പോകാൻ. ആദ്യം തൊഴാൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ ദർശനം നടത്താൻ മറക്കരുത്.